വെൽക്കം ജോബ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണവ റോസ്റ്റാണ്. അതിന് വേണ്ട ഐറ്റംസ് നമുക്ക് പരിചയപ്പെടാം. 1/2 കിലോ കണവ കഴുകി വൃത്തിയാക്കി വെച്ചത്, കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചത്, 12 കൊച്ചുള്ളിയും 2 ചെറിയ സവാളയും അരിഞ്ഞു വെച്ചത്, 1 തക്കാളിപ്പഴം, 4 ഏലക്ക, 2-3 കറുകപ്പട്ട, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 12 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ 1-1.5 ടേബിൾ സ്പൂൺ നമ്മുടെ എരിക്കനുസരിച്ചുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കറിമസാല, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കോക്കനട്ട് ഓയിൽ. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണവ റോസ്റ്റിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ പാൻ വെച്ചു. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സവാളയും കൊച്ചുള്ളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ശകലം ഉപ്പുപൊടിയും കൂടെ ഒന്ന് എളുപ്പം വഴണ്ടിയിട്ട് ഒരു ശകലം ഉപ്പുപൊടിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ചെറിയൊരു കളർ വ്യത്യാസം വന്നപ്പോഴത്തേക്ക് നമ്മൾ കറുകപ്പട്ടയും ആ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അത് ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയി. അപ്പം നമ്മൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് പച്ചമുളക്, നമ്മുടെ എരിക്കനുസരിച്ചുള്ള പച്ചമുളക് ഇടണം. നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അന്നേരം നമുക്ക് എരിക്കനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിയുടെ അനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇടാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചുവന്ന് വരട്ടെ. ചുവന്ന് വരുമ്പോൾ നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പാകത്തിന് ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഈ സ്പൂണിനാണ്. 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1 സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കറി മസാല, അര മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിട്ട് നന്നായിട്ട് ചെറിയ തീയിലിട്ട് നമ്മൾ നന്നായിട്ട് ഈ മസാലാസ് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയ തീയിലിടാവൂ. ചെറിയ തീയിലിട്ട് ഈ മസാല ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന 1 തക്കാളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഈ ചെറിയ തീയിൽ ഒന്ന് വഴറ്റി നമ്മൾ കൊടുക്കുക. മസാലാസ് എല്ലാം നല്ലൊരു മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂന്തലിനെ ഇതിനകത്തോട്ട് ചേർക്കാം. 1/2 കിലോ കൂന്തലാണ്. ഇതിപ്പം വലിയ കൂന്തലായിരുന്നെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ചെറിയ കൂന്തലാണ് കിട്ടിയത്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ശകലം വെള്ളമേ ഉള്ളൂ. വലിയ കൂന്തലായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളമൊക്കെ കണ്ടാനേ. അപ്പോൾ നമുക്ക് ശകലം വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ചെറിയ തീയിലാണ് കിടക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരല്പം വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് ഉള്ള വെള്ളം ഇതിനകത്തോട്ട് ചേരും. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ
കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിരിക്കും. നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഏവലെ വിളിക്കാം. ഏവലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ.